യേശു പറഞ്ഞു, ഹേ ശിമോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല. ജഡത്തിലും രക്തത്തിലും ഇരിക്കുന്നവന് എന്നെ ക്രിസ്തു എന്ന് പറയാൻ കഴിയത്തില്ല. ഇത് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, പിതാവായ ദൈവം തന്നെ നിനക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതാണ്. യേശു ഇവിടെ എത്തിയിട്ടുണ്ട്. അലങ്കോലപ്പെട്ടതിനെ യേശു തിരിച്ചലങ്കരിക്കും. മണ്ണീന്ന് വന്നവൻ സകലരെയും പാപിയാക്കിയെങ്കിൽ വിണ്ണീന്ന് വന്നവന് എന്തുകൊണ്ട് സകലരെയും നീതിമാന്മാരാക്കി കൂടാ? എല്ലാ ടി വി പ്രേക്ഷകർക്കും ഈ ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായെന്ന് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചു. ഫോണിലൂടെയും ഇമെയിലിലൂടെയും അനേകർ ഇത് വിളിച്ചറിയിച്ചു. അനേകർ ഇത് അടൂർ ലോഗോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആരാധനയിൽ ഞങ്ങൾ നേരിട്ട് വന്ന് വീടുകളിൽ നടന്ന അത്ഭുതങ്ങൾ, ഈ ടി വി പ്രോഗ്രാം കണ്ട് അത്ഭുതങ്ങൾ, വിവിധ രാജ്യങ്ങളിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയായി. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്നു എന്ന് ദേശങ്ങളിൽ കർത്താവ് അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശത്തിലേക്ക് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കിപ്പോൾ ആ സന്ദേശം കേൾക്കാം. അതിനുശേഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതോടെ നിങ്ങൾ അനുഭവിക്കുക. അതിനകത്തൊരു അത്ഭുതം കർത്താവ് ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിലായി നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ലോഗോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആരാധനയിലേക്ക് പ്രവേശിക്കാം. 1 തീമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. 1 തീമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 1 തീമോഥെയോസ് 2-ന്റെ 5-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത യേശു. ഒന്ന് പറഞ്ഞാട്ട്, തന്നെ ഉള്ളെന്ന്. അവിടെ അമ്മയും ഉപ്പാപ്പനും അളിയനും ഒന്നുമില്ല, തന്നെ. അടുത്തിരിക്കുന്ന കയ്യത്തൊട്ട് പറഞ്ഞാട്ട് യേശു തന്നെ ആണെന്ന് പറ. ശരിക്കും പറഞ്ഞ, ചിരിച്ചോണ്ട് പറഞ്ഞാട്ടെ, യേശു തന്നെ അവിടെ മധ്യസ്ഥ. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു, എന്നെ ഓർത്തു ദൈവത്തിന് ഇവിടെ പാപം ചെയ്യുന്ന ഒരുത്തനെ കീറിക്കളയണമെന്നുണ്ട്. കീറിക്കളയാൻ ഇറങ്ങി വരുമ്പോ പിത്രൻ വിളിച്ചു പറയും, തന്നെ എന്നെ കീറിയത് എന്തോ ഇല്ല. കീറിക്കളയണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന പിതാവിനെ അടക്കാൻ കീറിയ പുത്രന്റെ മാറിലേക്ക് ചാരുക. ഇന്ന് പകലിൽ ചിലരോട് പറയുന്നു, കീറിയ പുത്രന്റെ മാറിലേക്ക് ചാരുക. നിനക്ക് വേണ്ടി 24 മണിക്കൂറും അവനവിടെ പക്ഷപാതം നടത്തുകയാണ്. ഇടയ്ക്കൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. നിനക്ക് വേണ്ടി 24 മണിക്കൂറും 24 മണിക്കൂറും നിനക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുകയാണ്. ഇവിടെ ചുവട് തെറ്റുമ്പോ മുകളിൽ നിന്ന് പുത്രൻ പിതാവിനോട് പറയും, അടിക്കരുത്, 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 ഓ അടിക്കരുത്, പുഷ്പരാജനെ അടിക്കരുത്, തൊടരുത്, 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 ഗിരീഷിനെ തൊടരുത്, 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 ചെറിയ അച്ഛനെ തൊടരുത്, നിജുവിനെ തൊടരുത്, ടിജോയെ തൊടരുത്. കാര്യം എന്റെ മേൽ ശിക്ഷ നടത്തിയത് കൊണ്ട് എന്നിൽ വിശ്വസിച്ച് അവനെ വെറുതെ വിട്ടോണം. 24 മണിക്കൂറും സ്വർഗത്തിൽ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. നീ പാപം ചെയ്യാഞ്ഞിട്ടല്ല നീ രക്ഷപ്പെട്ടത്, നീ പാപമില്ലാത്തത് കൊണ്ടല്ല നീ രക്ഷപ്പെട്ടത്. തുടരുതെന്ന് സ്വർഗത്തിൽ 24 മണിക്കൂറും. ഞാൻ അവനെ വീണ്ടെടുത്തതാണ്, ഞാൻ അവനെ മുദ്ര ചെയ്തതാണ്, ഞാൻ അവനെ ദത്തെടുത്തതാണ്. രക്ഷിക്കപ്പെട്ട നിമിഷത്തിൽ എന്താ നടന്നെന്ന് ഒരു പക്ഷെ നമുക്ക് ഗൗരവമായി അറിയത്തില്ലായിരിക്കാം. പക്ഷെ യേശു ചെയ്ത് കഴിഞ്ഞതിനെ ഒരുത്തൻ വിശ്വസിച്ചപ്പോ സ്വർഗം മൊത്തം അതിന് ആമേൻ പറഞ്ഞിട്ടുണ്ട്.
ഇന്ന് 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 പകലിൽ ഇതിനകത്തിരിക്കുന്ന ഒരാൾ പോലും ചതിക്കപ്പെടരുത്, ഒരാൾ പോലും കബളിപ്പിക്കപ്പെടരുത്. യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ നിങ്ങളെ എബ്രായ ലേഖനം 7:25 പറയുന്നത് അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഒന്നുകൂടെ പറയാം, പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തനാകുന്നു. എന്തിനാ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ ഒരുത്തൻ ഉള്ളപ്പോ പകുതിക്ക് വെച്ച് കളയുന്നവന്റെ പുറകെ പോകുന്നത്? പൂർണ്ണമായി രക്ഷിക്കാൻ ഒരു രക്ഷകനുള്ളപ്പോ ഇടയ്ക്ക് വെച്ച് എന്തിനാ മധ്യസ്ഥന്മാരെ വേറെ തപ്പുന്നത്? ഈ രക്ഷകന്റെ പേര് പൂർണ്ണമായി രക്ഷിക്കും, പൂർണ്ണമായി രക്ഷിക്കും, പൂർണ്ണമായി രക്ഷിക്കും, പൂർണ്ണമായി. ഞാൻ തന്നെ വായിക്കാം. പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ. ആ വാക്കൊക്കെ ഭയങ്കര അർത്ഥം. സദാ ജീവിക്കുന്നവനാകയാൽ. അതിന്റെ ഓപ്പോസിറ്റ് പറയാം. 7:24 വാക്യം, എബ്രായ ലേഖനം 7:24 വാക്യം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ നിന്ന്, ഈ ബൈബിള് ഇച്ചിരൂടെ മലയാളത്തിൽ ലളിതമാണ്. ഈ ആദ്യ നൂറ്റാണ്ടിൽ എഴുതിയ ആ ഗ്രീക്ക് ബൈബിള് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു ആദ്യത്തെ ട്രാൻസ്ലേഷനാണ്. അതിൻ്റെ 24 വാക്യം അതിനകത്തൊന്ന് വായിച്ചേ. ഞാൻ ഇതിനകത്ത് വായിച്ച് കേൾപ്പിക്കാം. പ്രാപിച്ചിരിക്കുന്ന അതിന്റെ 23 വാക്യം, മരണം നിമിത്തം. 7:23 വാക്യം, മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികകൊണ്ട് പുരോഹിതന്മാരായിത്തീർന്നവർ അനേകരാകുന്നു. കേട്ടോ? അത് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട്, നിലനിൽപ്പാൻ മുടക്കം വരുന്നതുകൊണ്ട് പുരോഹിതന്മാർ ആയിത്തീർന്നവർ അനേകരാകുന്നു. അതിന്റെ ഒറിജിനൽ മലയാളം ഞാൻ വായിക്കാം. പുരോഹിതന്മാർ അനവധി ഉണ്ടായിരുന്നു, ആ സ്ഥാനത്ത് തുടരുവാൻ മരണം ആരെയും അനുവദിച്ചില്ല. പുരോഹിതന്മാർ അനവധി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു നിന്ന് പുരോഹിത ശുശ്രൂഷ ചെയ്യണമെന്ന്. പക്ഷേ മരണം ആരെയും അനുവദിച്ചില്ല. എന്നാൽ ഇന്നൊരു പുരോഹിതൻ നിങ്ങൾക്കുണ്ട്. മരണപാശങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിയാഞ്ഞ മരണപാശങ്ങളെ കെട്ടിയിടാൻ നോക്കി 3-ാമത്തെ പ്രഭാതത്തിൽ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന പ്രഭാനെ. അടുത്തത് എനിക്ക് ഈ ബൈബിള് ഞാൻ എടുത്തോണ്ട് വന്നതിന്റെ പ്രധാന കാരണം അടുത്ത വായിക്കുന്നതാണ്. 28 വാക്യം, ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ. ബലഹീന മനുഷ്യൻ എന്ന് വെച്ചാ ഞാൻ 10 തെറ്റ് ചെയ്തിട്ട് ചെന്നു, അവൻ എന്നേക്കാൾ കൂടുതൽ 1000 തെറ്റുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുത്തനെ കൊന്നിട്ടാണ് അങ്ങോട്ട് ചെന്നത്, അദ്ദേഹം 10,000 കൊന്നിട്ടിരിക്കുന്ന ആളാണ്. ബലഹീന മനുഷ്യനെയാണ് ന്യായപ്രമാണം പുരോഹിതൻ ആക്കി വെച്ചത്. അടുത്തത് എത്ര പേർക്ക് മനസ്സിലായി? ഞാനത് ഇതിനകത്ത് വായിക്കുമ്പോൾ കൃപയുടെ ടീമിന് പെട്ടെന്ന് മനസ്സിലാവും. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ പുരോഹിതനാക്കുന്നു. ന്യായപ്രമാണത്തിന് പിൻപെയുള്ള, മുമ്പിലുള്ള മുമ്പിലെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മുമ്പിലത്തെ കാര്യമല്ല, പിമ്പയുള്ള എന്ന് വെച്ചാൽ ഇപ്പുറത്തുള്ള ആണയുടെ വചനമോ എന്നാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ വായിക്കാം. ന്യായപ്രമാണത്തിന് പിമ്പിലുള്ള കൃപയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ. കൃപയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കിയിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് 24 മണിക്കൂർ പക്ഷപാതം ചെയ്യുവാൻ ഒരു പുത്രൻ സ്വർഗത്തിൽ അവൈലബിൾ ആയിട്ട് നിൽക്കുകയാണ്. ഇന്ന് പകലിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു പാസ്റ്ററുടെയോ ആവശ്യമില്ല. അപ്പാ പിതാവേ എന്ന് വിളിച്ച ധൈര്യത്തോടെ നിനക്കിറങ്ങി. ചിലർക്ക് കൃപയെന്നൊക്കെ കേൾക്കുമ്പോ അങ്ങ് ആകെ, കൃപയെന്ന് കേൾക്കുമ്പോൾ ചെറുക്കങ്ങ് ആകെ അങ്ങ് അരിശം കൊള്ളുക.
ദുരുപദേശമാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. ഇതാണ് കൃത്യ ഉപദേശം, എനിക്കറിയാവുന്നത്. കേട്ടോണം. കൃപയെക്കുറിച്ച് എതിരുള്ളവർ കേൾക്കാൻ ഒരു വാക്യം, എബ്രായർ 10:29 വാക്യം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ. കേട്ടോണം. യേശുവിനെ, ദൈവപുത്രനെ, യേശുവിന്റെ രക്തത്തെ. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. യേശുവിന്റെ രക്തത്തെ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. അവരെ കുറിച്ച് പറഞ്ഞത് പുതിയ നിയമത്തിൽ നമുക്ക് ശിക്ഷാവിധിയില്ല, പക്ഷെ അവരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് വായിച്ചാട്ട്, ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും, പാത്രമാകും എന്ന് വിചാരിക്കും. ഇനി അതേ അവർക്ക് ശേഷിക്കുന്നുള്ളൂ. കൃപയുടെ വചനത്തെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. നിയമരക്തത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ് യേശുവിൻ്റെ കൃപയുടെ വചനത്തെ നിന്ദിക്കുന്നത്. കാര്യം നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്തത് യേശു ക്രൂശിൽ അവസാനം കൊടുത്തു തീർത്തിട്ട് നിവർത്തിയായി എന്ന് പറഞ്ഞ ആ സുവിശേഷം അടൂരിൽ കർത്താവ് മുഴക്കുവാൻ സ്വർഗത്തിന് നമ്മളോട് കൃപ തോന്നി. വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. തിരശ്ശീല കീറി പുത്രത്വം കൊടുത്തു, നീതിമാനാക്കി. സ്വർഗത്തിൽ നടക്കാനുള്ളതെല്ലാം നടന്നു. യേശു സ്വർഗത്തിലേക്കൊന്ന് നോക്കി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിവർത്തിയായി. ആദാമിനെ ഇറക്കി വിട്ട കാലം മുതൽ ദൈവത്തോട് അടുക്കാൻ പറ്റാതിരുന്ന മാനവകുലത്തോട് യേശു വിളിച്ചു പറഞ്ഞു, അടുത്ത് ചെല്ലുക, നിവർത്തിയായിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്വർഗത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഒന്നോടെ പറയാം, സ്വർഗത്തിൽ ചെയ്യാനുള്ളതെല്ലാം പുരോഹിതന്മാർ ശുശ്രൂഷിച്ചിട്ട് അവർ അവസാനം ഒരു യാഗം നടത്തും. അതിനെ സന്ധ്യായാഗം എന്നാണ് പറയുന്നത്. സന്ധ്യായാഗത്തിന്റെ പ്രത്യേകത, ആ യാഗം കഴിഞ്ഞിട്ട് മഹാപുരോഹിതൻ ഇസ്രായേലിന്റെ നേരെ കൈ ഉയർത്തിയിട്ട് ഇസ്രായേലിനെ അനുഗ്രഹിക്കണം. എന്നിട്ട് മൊത്തം ക്ലോസ് ചെയ്യുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കണ്ടായോ? മഹാപുരോഹിതൻ അറിയുന്നില്ല അവരുടെ ഒറിജിനൽ ആളതുകൊണ്ട് തുറൂശ തൂങ്ങിക്കിടക്കുകയാണ്. ആ സമയത്ത് പുരോഹിതൻ ഇറങ്ങി വന്ന് 2 കൈകൾ വെച്ച് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്ന ചിത്രം ഒന്ന് കണ്ടാട്ട് അപ്പുറത്തെ സൈഡിൽ ഗോൽഗോത്തായുടെ തലമുകളിൽ 2 കൈകളെ ഉയർത്തി മാനവകുലത്തെ മൊത്തം അനുഗ്രഹിച്ച് നിൽക്കുന്ന പ്രഭാനം. ഈ പുരോഹിതന്റെ അടുത്ത്, ഈ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ഇങ്ങനെയുള്ള പുരോഹിതനാണ് നമുക്ക് വേണ്ടിയത്. പവിത്രൻ, പാപികളോട് വേർവിട്ടവൻ, പിന്നെ നിർദോഷൻ, നിഷ്കളങ്കൻ, പുണ്യാഹ രക്തത്തിന്റെ ഉടമ, ഇങ്ങനെയുള്ള പുരോഹിതനാണ് നമുക്ക് വേണ്ടത്. ഈ പുരോഹിതന്റെ അടുത്ത് അവസാനം ഒരു കള്ളൻ ഒരു കുമ്പസാരം നടത്തി. കർത്താവേ, ഞാൻ പാപിയാ, അങ്ങ് രാജ്യത്വം പറഞ്ഞു വരുമ്പോ എന്നെ കടെ ഓർത്തോണേ. ഈ പുരോഹിതന്റെ പ്രത്യേകത പൂർണ്ണമായി രക്ഷിക്കും. ആളെ നോക്കത്തില്ല. ഏറ്റു പറഞ്ഞ അന്നേരം ആ മിനിറ്റ് കേറിക്കോടാ, സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ്. അതേ സമയത്ത് ആ ഇസ്രായേലിൽ ഡ്യൂപ്ലിക്കേറ്റ് പുരോഹിതന്മാരുണ്ട്. ഡ്യൂപ്ലിക്കേറ്റിന്റെ പുരോഹിതന്റെ അടുത്ത് പോയ എന്റെ ഗതികേട് പറയാം. യൂദ യേശുവിനെ തള്ളി പറഞ്ഞു. പോയത് ഒറിജിനൽ പുരോഹിതൻ അപ്പുറത്ത് തൂങ്ങി മരിക്കുമ്പോ ഡ്യൂപ്ലിക്കേറ്റ് പുരോഹിതന്റെ അടുത്തോട്ട് ചെന്നു. ഡ്യൂപ്ലിക്കേറ്റിന്റെ അടുത്ത് ചെന്ന് താൻ എല്ലാ കുംഭസാരവും നടത്തി. ഇറങ്ങി വന്നവൻ തൂങ്ങിച്ചത്ത് മരിച്ചെന്നാ ബൈബിള് പറയുന്നത്. കാര്യം ഇത് മനസാക്ഷി സമാധാനം കൊടുക്കത്തില്ല. യൂദയുടെ അവസാനം മരണമായിരുന്നു. പക്ഷേ ക്രൂശിലെ കള്ളനോട് ചോദിച്ചാൽ പറയും, അയ്യോ അങ്ങനത്തെ പുരോഹിതനല്ല നമുക്ക് വേണ്ടിയത്, ഇങ്ങനത്തെ പുരോഹിതനാ വേണ്ടിയത്. പൂർണ്ണമായി രക്ഷിക്കും. എതിർത്താലും കുഴപ്പമില്ല, പിണങ്ങിയാലും കുഴപ്പമില്ല, ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല. യേശു ഇവിടെ നട്ടതെങ്കിൽ യേശുവിനറിയാം ഇതിനെ വളർത്താൻ. യേശു ഇതിനെ ഇവിടെ സ്ഥാപിച്ചതെങ്കിൽ യേശുവിനറിയാം ഇതിനെ വളർത്താൻ. ഇന്ന് പകലിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്കൊരു പുരോഹിതൻ സ്വർഗത്തുണ്ട്.
24 മണിക്കൂറും എനിക്ക് അനുകൂലമായി വാദിക്കുവാൻ ഞങ്ങൾക്കൊരു പുരോഹിതൻ സ്വർഗത്തിലുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. അവൻ സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത് തന്നെ വാദിക്കുകയാണ്. പൂർണ്ണമായി രക്ഷിക്കും. ഒന്ന് പറഞ്ഞാട്ടെ, പൂർണ്ണമായി രക്ഷിക്കും. പൂർണ്ണമായി രക്ഷിക്കും. ഞങ്ങൾ എന്താ ഇവിടെ കർട്ടൻ ഇടാത്ത? അത് കീറിക്കളഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കർട്ടൻ ഇടാത്തത്. ഞങ്ങൾ എന്താ വേഷഭൂഷാദികൾ ഇട്ട് വേറെ പുരോഹിതന്മാരുടെ വേഷഭൂഷാദികൾ ഇട്ടാത്ത? യേശു അതിനെ നിവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അത് വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അത് വിശ്വസിക്കുന്നവർ ഞാൻ ആരെ കുത്തി പറഞ്ഞതല്ല, ഞാൻ ഒരാളെ പോലും കുത്തി സംസാരിച്ചതല്ല. യേശുവിന്റെ വചനം ഇത് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് യേശുവിന് മനസ്സിലായി. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിവൃത്തിയായി. തിരിച്ചു ഭൂമിയിലോട്ട് നോക്കി. ഭൂമി നോക്കിയപ്പോ ഭൂമി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ. യേശു തിരിച്ചോടാ, മണ്ട, നിനക്ക് അറിയത്തില്ലടാ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അയ്യോ, പ്രാർത്ഥനയുടെ വാചകം തന്നെ മാറ്റണം. അങ്ങനാണ് ഈ പൂർത്തീകരണ പ്രവൃത്തി വിശ്വസിക്കുന്നവർ പ്രാർത്ഥനയുടെ വാചകം തന്നെ മാറ്റണം. അനുഗ്രഹിക്കണേ എന്നല്ല, അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാ ബൈബിൾ പറയുന്നത്. എഫേസ്യ ലേഖനം തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യർ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, സകലവിധ ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവേ, ശാപം മാറ്റണേ. യേശു തിരിച്ചു പറയും, ക്രൂശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുക. ശാപം മാറ്റണേ, നല്ല ശാപത്തിൽ നിങ്ങളെ രക്ഷിച്ചെന്ന്. എപ്പോഴും ഈ സത്യത്തോട് നമുക്ക് യോജിച്ച് നിൽക്കാൻ സാധ്യത കുറവാണ്. കാര്യം സാഹചര്യം നമ്മളെ അതല്ല പഠിപ്പിച്ചേക്കുന്നത്. സാഹചര്യം നമ്മുടെ മുന്നിൽ വിളിച്ചു നീക്കുന്നത് അനുഗ്രഹിക്കണം, ശാപം മാറ്റണം. കർത്താവേ, രോഗം സൗഖ്യമാക്കണേ. യേശു തിരിച്ചു പറയും, 2013 വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ പറയും, ഏത് വിശ്വസിക്കണം? സാഹചര്യം പറയുന്നു രോഗമാണ്, പക്ഷെ സത്യം പറയുന്നു 2013 വർഷം മുമ്പ് സംഭവം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പകലിൽ ഈ സത്യം കേൾക്കുന്ന ചിലരുടെ മേൽ ഇത് ദൈവശക്തിയായി മാറാൻ പോവുകയാണ്. എന്നോട് കർത്താവ് പറയുന്നു, ഈ സത്യം കേൾക്കുന്ന ചിലരുടെ മേൽ ഇത് ഭയങ്കര ദൈവശക്തിയായി ചലിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സത്യം ചിലരെ സ്വതന്ത്രമാക്കും, ഈ സത്യം ചിലരെ രക്ഷിക്കും, ഈ സത്യം ചിലരെ സൗഖ്യമാക്കും, ഈ സത്യം ചിലരെ വിടിവിക്കുന്ന സത്യമാണ്, ഈ സത്യം ചിലരെ രക്ഷിക്കുന്ന സത്യമാണ്. സൗഖ്യമാക്കണേ, നല്ല സൗഖ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. കർത്താവെ, കടം മാറ്റണേ, ബുദ്ധിമുട്ട് മാറ്റണേ. കർത്താവ് പറയും, ഫിലിപ്പിയർ 4:19 എന്ന് പറയും, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ദാനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി. കഴിഞ്ഞ പരിപാടിയാ, ഇതൊന്ന് അറിഞ്ഞാൽ മതിയെന്ന്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറഞ്ഞാൽ അറിഞ്ഞ് വിടുതലെടുത്താട്ടെന്ന് പറയും. നിങ്ങളൊരു രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഇത്രയൊന്നും അറിഞ്ഞാൽ മതി, യേശു സൗഖ്യം നടത്തി കഴിഞ്ഞു. സ്തോത്രം. ഈ അറിവുമായിട്ടാണ് രോഗിയുടെ മേൽ കൈവെക്കുന്നതെങ്കിൽ രോഗി അടുത്ത മിനിറ്റിൽ അവിടെ നിന്ന് എഴുന്നേൽക്കും. ഇതൊക്കെ കേൾക്കുന്ന ആളുകളോട് ഇത് വിശ്വസിച്ചാൽ പിന്നെ അതൊരു ഭയങ്കര ദൈവിക വിടുതലായിട്ട് മാറും. സ്തോത്രം. കടം മാറ്റണേ എന്ന് പറയാം. കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിൽ ഞാൻ കടം മാറ്റാനുള്ളത് മാത്രമല്ല, ദേശങ്ങൾക്ക് കൊടുക്കാനുള്ളതോടെ തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ വേണം അത്ര ദരിദ്രനായി തുടരാം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി പേര് നിലവിളിച്ച് കരയും, കർത്താവ് ഇങ്ങനെയൊക്കെയായിരുന്നു അവിടെ ജീവിക്കാൻ പറ്റും, എനിക്കിത് ഭയങ്കര നഷ്ടമായി പോയല്ലോ. ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ സത്യം, ഇത് ഉപയോഗിക്കാം. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറയും, ഇതൊന്ന് അറിയണമെന്ന് പറ. ഈ സത്യം ചിലരെ സ്വതന്ത്രമാക്കും. ഭൂമി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പുതിയ കാര്യം സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച് കൊണ്ടുവരുവല്ല ഞങ്ങൾ. യേശു ക്രൂശിൽ 2013 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത് കഴിഞ്ഞത്, യേശു 2013 വർഷങ്ങൾക്ക് മുമ്പ്
ചെയ്ത് കഴിഞ്ഞത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് വരും. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഭൂമി ചെയ്യാൻ ഇനി ഒരു കർമ്മ പരിപാടികളുമില്ല. എല്ലാം യേശു ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തൊട്ടോ ഇവിടെ ആകുന്നു. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന കർത്താവ് ഇപ്പൊ ഇതിനെ സൗഖ്യമാക്കും? നിങ്ങൾക്ക് അടുത്തുമ്പോ ഇവിടെ ആകുന്നെന്ന് പറഞ്ഞു. ബാക്ക് സൈഡ് ഇദ്ദേഹം പറയുന്നത് ചെക്കപ്പ് ചെയ്ത റിപ്പോർട്ടാണോ? ആണോ? ആകുന്നത് നല്ലതാ, ഒരു തോന്നലല്ല. ഇപ്പോ ഇവിടെ അകന്നെന്ന് ഇട്ടോണ്ട് നടന്നതാ. നിങ്ങളെത്ര പേര് വിശ്വസിക്കുന്നു ഇപ്പോൾ അത് വേരോടെ തീരുന്ന കർത്താവ് അതിനെ പൂർണ്ണമായും കർത്താവ് സൗഖ്യമാകട്ടെ. ഇപ്പൊ കർത്താവിനെ കാണിച്ചൊരു കാഴ്ച, ഇവിടെ നിന്ന് ഒരു കറുത്തൊരു സംഭവം പുക പോകുന്ന പോലെ അങ്ങോട്ട് മാറുന്നതായിട്ട് കർത്താവിനെ കാണിച്ചു. പെടല് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു നോക്കിയാട്ടെ നമുക്ക്. നോക്കിയാട്ടെ, നല്ലപോലെ നോക്കിയാട്ടെ. ഫ്രീ ആയി. ഒന്ന് പറഞ്ഞാട്ടെ, ടോട്ടലി ഫ്രീ ആയെന്ന്. ഇവിടെ വന്നിരുന്നപ്പോഴും വേദന ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, പിടുത്തമായിരുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. പ്രാർത്ഥിച്ച ആ നിമിഷത്തിൽ തന്നെ ഞാൻ സൗഖ്യമായിട്ട് പ്രാർത്ഥിച്ചതല്ലത്, സൗഖ്യമാകുന്നതിന് മുന്നേ പ്രാർത്ഥിച്ച്. ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നു, യേശുവിനെ. ഇവിടെ ഇപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? ഇതിനു മുമ്പ് കേൾക്കത്തില്ലായിരുന്നോ? ഇത് നിങ്ങളൊന്ന് കേൾക്കണേ. ഈ അമ്മയുടെ ഇടത്തെ ചെവി കേൾക്കത്തില്ലായിരുന്നു, പൂർണ്ണമായിട്ട് കേൾക്കത്തില്ലായിരുന്നു, ഇല്ലായിരുന്നു. പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്, ഈ ചെവി കേൾക്കത്തില്ലായിരുന്നു. ഈ ചെവിയോ കുറച്ച് കേൾക്കാം. ഇപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ചെവി കേൾക്കാവോ? കേൾക്കാം. ആ ചെവി ഒന്ന് അടച്ചു വെച്ചാൽ വെച്ച് കേൾക്കുന്നു. കർത്താവ് എന്ന് പറഞ്ഞ് കേട്ടു. നേരത്തെ കേൾക്കത്തില്ലായിരുന്നു, ഇല്ലായിരുന്നു. ഈ ചെവി കേൾക്കത്തില്ലായിരുന്നു, ഈ ചെവി കേൾക്കത്തില്ലായിരുന്നു. പക്ഷേ കാനം എന്ന ദേശത്തുനിന്ന് ഇത്രയും ദൂരം വന്നത് ദൈവം കണ്ടു. എവിടുന്നാ വരുന്നത്? കാനത്തുനിന്നാ വരുന്നത്. ചെവി അയ്യോ, നിങ്ങൾക്ക് എത്ര പേർക്ക് അസൂയയില്ല? ഇന്ന് വീടിനകത്ത് ഒരു അത്ഭുതം നടക്കേണ്ടതാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നിങ്ങൾ കണ്ട ആ അത്ഭുതം, ഇന്ന് കേട്ട ആ വചനം ലോഗോസ് ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ശുശ്രൂഷിച്ചതാണ്. അവിടെ കർത്താവ് ചെയ്യുന്ന അത്ഭുതമാണ് ഇത്. നിങ്ങൾ ടെലികാസ്റ്റിംഗ് ആയി നിങ്ങൾക്കത് കാണാൻ പറ്റുന്നത്. കർത്താവ് ഇന്ന് അതിനേക്കാൾ വലിയ അത്ഭുതത്തെ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക്, ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിലായിരിക്കും ഇത് കാണുന്നത്, ടി വിയിലായിരിക്കും, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏത് രാജ്യത്ത് ഏത് ഭാഗത്തിരിക്കുന്നു അവിടേക്ക് യേശുവിൽ നിന്നുള്ള അത്ഭുതം ചെയ്യുവാൻ യേശു തയ്യാറാണ്. നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് ആ കണ്ണുകളൊന്ന് അടച്ചാട്ട് മനസ്സിനെ ഒന്ന് ഹൃദയത്തെ ഒന്ന് ഏകാഗ്രതമാക്കി നമ്മൾ ഒരുമിച്ച് ഒരു 2 മിനിറ്റ് താഴെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു വലിയ അത്ഭുതം ചിലർക്ക് വേണ്ടി കർത്താവ് ഇന്ന് പകലിൽ ചെയ്യുമെന്ന് യേശു എന്നോട് പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവ് അത്ഭുതത്തെ ചെയ്യണമേ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വിദേശ രാജ്യത്ത് ഒരു വിസ സംബന്ധമായ പ്രശ്നത്തിനകത്തിരിക്കുന്ന ജോർജ് എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അടുത്ത 7 ദിവസത്തിനകത്ത് അതിനകത്തൊരു അത്ഭുതം ഉണ്ടാകാൻ പോകുന്നു. പ്രഭാർത്ഥിയാന്തര പ്രഭാന് കർത്താവിൻ്റെ അത്ഭുതം ഉണ്ടാകുന്നു. സൗദി അറേബ്യയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഒരു സിസ്റ്ററോട് കർത്താവ് പറയുന്നു,
ഈ രാജ്യത്തേക്ക് വരുവാൻ വിസ സംബന്ധമായ പ്രശ്നത്തിനകത്ത് കിടക്കുന്ന ഈ രാജ്യത്തേക്ക് വരാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ ഗവൺമെൻറ്റുകളിൽ അവിടുത്തെ ഗവൺമെൻറ്റുകളിൽ പല പ്രാവശ്യം കയറിയിറങ്ങി നടക്കാത്തത് കർത്താവ് ഇന്ന് പകലിൽ തന്നെ നിങ്ങൾക്കൊരു ഫോൺ കോളായി അത്ഭുതം വരുന്നു എന്ന് കർത്താവിനോട് പറയുന്നു. യേശു അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, പുതിയ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച്, ജോലിയിൽ ഒരു പ്രമോഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ചിലരുടെ പ്രമോഷനെ തടഞ്ഞു വച്ചിരിക്കുന്ന, മനഃപൂർവ്വമായി ജോലിയിൽ പ്രമോഷനെ തടഞ്ഞു വച്ചിരിക്കുന്ന അതിനെ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ അധികാരത്തെ അവിടേക്ക് ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. മനുഷ്യരാലല്ല, മനുഷ്യനിൽ നിന്നല്ല, യേശു തന്നെ ആ ജോലിയിൽ ചിലർക്ക് പ്രമോഷൻ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്നുള്ള അത്ഭുതത്തെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവേ, ചില രോഗികൾ ഇന്ന് പകലിൽ സൗഖ്യമാകണമേ. ബ്ലഡിനകത്തെ രോഗങ്ങൾ കാരണം വിദേശ രാജ്യത്തേക്ക് പോകാൻ കഴിയാത്ത ചില സഹോദരന്മാർക്ക് വേണ്ടി യേശുവിൻ്റെ 1, 2, 3, 4 പേർക്ക് വേണ്ടി ഇന്ന് പകലിൽ കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്യുന്നു. ബ്ലഡിനകത്തെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു. മഞ്ഞപ്പിത്ത രോഗം പോലെ വന്നത് ശരീരത്ത് ബ്ലഡിൽ കിടക്കുന്നത് ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു എന്ന് കർത്താവിനോട് പറയുന്നു. അത് സൗഖ്യമായതിനായിട്ട് സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇതിനകത്ത് ബിസിനസ്സുകാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇതിനകത്ത് സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്കായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുത വഴി അടുത്തൊരാഴ്ചക്കകത്ത് കർത്താവ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഒരു വലിയ സന്തോഷ വാർത്ത നിങ്ങളെ ഞങ്ങൾ അറിയിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് പത്തനംതിട്ട ടൗണിൽ ഗോസ്പൽ ഓഫ് ഗ്രേസിൻ്റെ ഒരു TV പ്രേക്ഷക സംഗമവും ഒരു വലിയ യോഗവും നമ്മൾ നടത്തുകയാണ്. സെപ്റ്റംബർ മാസം 20, 21, 22 വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളിൽ നമ്മൾ പത്തനംതിട്ടയിലുണ്ടായിരിക്കും. ഓണത്തിൻ്റെ അവധി ദിവസങ്ങളാണ്. നിങ്ങൾക്ക് ലീവ് എടുത്ത് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ സാധിക്കും. സെപ്റ്റംബർ മാസം 20, 21, 22 തീയതികളിൽ പത്തനംതിട്ടയുള്ള റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ മീറ്റിംഗ് നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടെ ആ മീറ്റിങ്ങിന് വേണ്ടി പങ്കെടുക്കുക. വളരെ ദൂരെ നിന്ന് ആളുകൾ ആ മീറ്റിങ്ങിന് വേണ്ടി പങ്കെടുക്കുന്നു എന്ന വിവരം ഞങ്ങൾ അറിയുവാൻ സാധിച്ചു. വളരെ നേരത്തെ തന്നെ വരിക. രാവിലത്തെ മീറ്റിംഗ് നമുക്ക് 10 മണിയാകുമ്പോൾ ആരംഭിക്കും. 9 മണിക്ക് തന്നെ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ സീറ്റ് ഉറപ്പാക്കുക. വൈകിട്ടത്തെ മീറ്റിംഗ് വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കും. വളരെ നേരത്തെ തന്നെ ആ മീറ്റിങ്ങിന് നിങ്ങൾ സീറ്റ് ഉറപ്പാക്കുക. വിവിധ ദൈവദാസന്മാർ, വലിയ കൊയർ അതിനകത്ത് നമ്മുടെ കൂടെ കാണും. അനേക അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പട്ടണത്തിൽ ജില്ലയുടെ ആസ്ഥാനത്ത് നമ്മൾ ഒരുമിച്ച് കൂടാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷയോടെ വരിക. ആ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു.